കാഞ്ഞിരപ്പള്ളി സെന്റ് ഡൊമിനിക് കോളേജിലെ വിദ്യാർത്ഥിനിയായിരുന്ന ജസ്ന മരിയ ജെയിംസിന്റെ തിരോധാനത്തിൽ വീണ്ടും CBI അന്വേഷണം നടത്താൻ തീരുമാനിച്ചിരിക്കുകയാണ്. നേരത്തെ അന്വേഷണം അവസാനിപ്പിച്ച കേസിലാണ് CBIയുടെ നിർണായക നടപടി. മാർച്ച് 22 പത്തനംതിട്ട കൊല്ലമുളയിലെ കുന്നത്ത് വീടിന് ഒരിക്കലും മറക്കാനാകാത്ത ദിവസമാണ്. ആ വീട്ടിലെ എല്ലാമായിരുന്ന ജസ്ന മരിയ ജെയിംസ് എന്ന 19-കാരി എങ്ങോട്ടെന്നില്ലാതെ നഷ്ടപ്പെട്ടു പോയ ദിനം. കാഞ്ഞിരപ്പള്ളി സെന്റ് ഡൊമിനിക് കോളേജിൽ 2ാം വർഷ ബിരുദ വിദ്യാർത്ഥിനിയായിരിക്കെയാണ് ജസ്നയെ കാണാതാകുന്നത്. പുതിയ വിവരങ്ങൾ പ്രകാരം ജസ്ന തിരോധാന കേസിൽ അന്വേഷണം അവസാനിപ്പിച്ച CBI പുനരന്വേഷണത്തിന് വീണ്ടും തുടക്കമിടുകയാണ്. നടപടിക്രമങ്ങളുടെ ഭാഗമായി എരുമേലി ഗസ്റ്റ് ഹൗസിൽ ഓഫീസ് തുറന്നു. അന്വേഷണ സംഘമെത്തി. പുതിയ തെളിവുകൾ ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിലാണോ CBI അന്വേഷണം പുനരാരംഭിക്കുന്നത് എന്നതിൽ വൈകാതെ വ്യക്തത വന്നേക്കും. പിതൃ സഹോദരിയുടെ മുണ്ടക്കയത്തെ വീട്ടിലേക്കെന്ന പേരിൽ പുറപ്പെട്ട ജസ്നയെക്കുറിച്ച് പിന്നീട് വിവരമൊന്നും ഉണ്ടായിരുന്നില്ല. രാത്രി വൈകിയും ബന്ധുവീട്ടിലെത്താത്ത ജസ്നയെ അച്ഛനും ബന്ധുക്കളും തിരയാൻ ആരംഭിച്ചു. മകളെ കാണാതെ പരിഭവിച്ചു നിന്ന ആ കുടുംബം അന്നു തന്നെ എരുമേലി പോലീസ് സ്റ്റേഷനിലും അടുത്ത ദിവസം വെച്ചുച്ചിറ സ്റ്റേഷനിലും പരാതി നൽകി. എരുമേലി വരെ ജസ്ന സ്വകാര്യ ബസ്സിൽ എത്തിയതായി മൊഴികളുണ്ട്. എന്നാൽ അവിടെ നിന്ന് പിന്നീട് എങ്ങോട്ട് പോയി എന്നതിൽ വ്യക്തതയുണ്ടായിരുന്നില്ല. വീട്ടിൽ നിന്നിറങ്ങിയപ്പോൾ ഫോൺ ജസ്നയുടെ പക്കലില്ലായിരുന്നു. ഈ ഫോൺ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലും തെളിവൊന്നും ലഭിച്ചതുമില്ല. ഇതിനിടയിൽ പലയിടത്തായി പെൺകുട്ടിയെ കണ്ടെന്നുള്ള ഊഹാപോഹങ്ങളും പ്രചരിച്ചു. ബംഗളൂരു മെട്രോയിലും റെയിൽവേ സ്റ്റേഷനിലും വരെ കണ്ടതായി സന്ദേശങ്ങളും എത്തി. പല സ്ഥലങ്ങളിലെയും CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചു. സംഭവ ദിവസം ജസ്നയെ ഫോണിൽ വിളിച്ച ആൺസുഹൃത്തിനും കാര്യമായ വിവരങ്ങളൊന്നും പോലീസിന് കൈമാറാൻ കഴിഞ്ഞതുമില്ല. കേസ് അന്വേഷണം അവസാനിപ്പിക്കാൻ അനുമതി തേടി 2024 തിരുവനന്തപുരം ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ CBI റിപ്പോർട്ട് നൽകിയിരുന്നു. ജസ്നയ്ക്ക് എന്ത് സംഭവിച്ചുവെന്ന് കണ്ടെത്താൻ കഴിഞ്ഞില്ലെന്നും അതിനാൽ കേസ് അവസാനിപ്പിക്കാൻ അനുവദിക്കണമെന്നും അന്വേഷണ സംഘം കോടതിയിൽ ആവശ്യപ്പെട്ടു. കൂടുതൽ തെളിവുകൾ ലഭിച്ചാൽ തുടരന്വേഷണം നടത്താമെന്നുമാണ് അന്ന് കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിൽ പറഞ്ഞിരുന്നത്. എന്നാൽ ഇപ്പോൾ CBI ഓഫീസ് തുടങ്ങിയ അന്വേഷണം വീണ്ടും പുനരാരംഭിക്കുന്നതിലൂടെ ജസ്നയെ കണ്ടെത്താനാകുമെന്ന പ്രതീക്ഷയാണ് കുടുംബത്തിനുള്ളത്. എങ്കിലും ജസ്ന പോയത് എവിടേക്കായിരിക്കും? എന്തു സംഭവിച്ചിരിക്കും? കുടുംബത്തിന്റെ കാത്തിരിപ്പിന് അവസാനമാകുമോ? വീണ്ടും അന്വേഷണം നടത്തുന്ന CBI സംഘത്തിന് നിർണായക തുമ്പുണ്ടാക്കാൻ കഴിയുമോ? ഉത്തരം കിട്ടാത്ത നിരവധി ചോദ്യങ്ങൾ ഇപ്പോഴും ബാക്കിയാണ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ Zee മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.